പ്രശസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. എന്തൊക്കെ പരിമിതിയുണ്ടോ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇവര് രണ്ടുപേര് കൂടി സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ഇന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയിട്ടുള്ള ഒരു ബ്രാൻഡ്. ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നല്ലവരും കൂടി കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചി ലുലു ടിൻ ടവറിൽ വെച്ചിട്ട് IT ബിസിനസ് കേരള കോൺക്ലേവ് നടപ്പിലാക്കുന്ന ഒരു അവാർഡ് ദാന ചടങ്ങുണ്ട്. 100 ബിസിനസ് മലയാളികൾ ബിസിനസ് സ്റ്റാറിനെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് അവാർഡ് കൊടുക്കുകയാണ്. അതിൽ ഷിജുക്കുട്ടനെ അവർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബിസിനസ് സ്റ്റാർ ആയിട്ട്. അപ്പൊ ആ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി പോവുകയാണ്. വളരെ സന്തോഷമായിട്ട് നിങ്ങൾ അറിയിക്കുന്നത്. ആ ചടങ്ങുകളൊക്കെ നമുക്ക് കാണാം. മാർച്ച് മാസം 22-ാം തീയതിയാണ് ഈ പരിപാടി നടക്കുന്നത് ടിൻ ടവറിൽ വെച്ചിട്ട്. ഏപ്രിൽ മാസം 2-ാം തീയതി ഓട്ടിസം ദിനമാണ്. അപ്പോൾ ഓട്ടിസം ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഷിജുക്കുട്ടൻ്റെ ആൻറ്റിയുടെ മകൻ്റെ ഫ്ലാറ്റ് കൊച്ചിയിലുണ്ട്, ട്രിനിറ്റി വേൾഡ്. അവിടേക്കാണ് ഞങ്ങളിപ്പോൾ നേരിട്ട് വന്നിട്ടുള്ളത്. ഒരു മാസം മുമ്പ് ഞങ്ങൾ ഈ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഷിജുക്കുട്ടനും ഞങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഷിജുക്കുട്ടനേക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഹൈറ്റുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട്. ഇപ്പോൾ വന്നപ്പോൾ അത്ര പേടിയില്ല, എന്നാലും ചെറുതായിട്ടൊരു പേടി അവനിക്കുണ്ട്. അപ്പോൾ ഇത് ഹൈറ്റുള്ള ബിൽഡിംഗ് അല്ലേ, അതിൻ്റെ ഒരു പേടിയാണ്. ചുവരിൽ പിടിച്ച് നടക്കുകയാണ്, വീഴുമോ എന്നുള്ള പേടിയാണ് അവനിക്കുള്ളത്. അപ്പോൾ ഷിജുക്കുട്ടൻ്റെ ആൻറ്റിൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നില്ല, അവർ പാലക്കാട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വന്ന് താമസിക്കാനും ഇരിക്കാൻ വേണ്ടിയിട്ട് താക്കോല് തൊട്ട വീട്ടിൽ കൊടുത്തു വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ ശേഷം ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ താമസിച്ചു. ഷിജുക്കുട്ടനൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഷിജുക്കുട്ടനയ്ക്ക് ഫ്ലാറ്റിൽ റൂമിൻ്റെ ഉള്ളിൽ വന്നിരിക്കാനൊന്നും പേടിയില്ല, പുറത്ത് ഇങ്ങനെ കയറുമ്പോഴൊക്കെ പേടിയുള്ളൂ. അപ്പോൾ അവനിക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നിരിക്കാനൊക്കെ വളരെ സന്തോഷവും വലിയ ആഹ്ലാദമൊക്കെയാണ് ആൾക്ക്. ലുലു ടവറിലുള്ള പരിപാടികൾ രാവിലെ 9 മണി തൊട്ട് രാത്രി 8-9 മണി വരെയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണത് വൈകുന്നേരത്തെ പരിപാടിയാണ്. ഈ അവാർഡ് വാങ്ങുന്ന ചടങ്ങിന് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. അത് പറഞ്ഞാൽ അവിടെ പോയി സിജുവിന് വല്ല മുഷിപ്പൊക്കെ ഉണ്ടായാലോ വിഷമം ഉണ്ടായാലോ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലിരുന്ന് ചായയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഷിജുക്കുട്ടനിക്ക് ഒരു സമാധാനമായി. അങ്ങനെ ഷിജുക്കുട്ടൻ കുറച്ച് നേരം കടന്നു. 1 മണിക്കൂർ ഞങ്ങളങ്ങനെ ഫ്ലാറ്റിൽ ചിലവഴിച്ചു. 4 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുക. ഷിജുക്കുട്ടൻ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് അവനിക്ക് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു ബിസിനസ്സിലേക്ക് വരുന്നെന്നും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബിസിനസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ, തുടങ്ങുമ്പോഴും ഞങ്ങൾ എങ്ങനെ ഒരു നിലയ്ക്ക് എത്തുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നോ, 100 മലയാളികളിൽ അവനെ തിരഞ്ഞെടുക്കുന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാം പ്രതീക്ഷിക്കാതെയാണ് എല്ലാം നടന്നിരിക്കുന്നത്. ഞങ്ങൾ അവനെ വെറുതെ ഇരുത്തണ്ട പറഞ്ഞിട്ട് ഒരു ഹോം മെയ്ഡ് പ്രോഡക്റ്റ് തുടങ്ങിയതാണ്. അതിൽ മില്ലറ്റും ഈ ചട്നിപ്പൊടി, ഇഡ്ഡലിപ്പൊടി, പലതരം പൊടികൾ, ബ്ലാക്ക് റൈസ് എന്നിവയെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. ഒന്ന് ഞങ്ങൾ പരീക്ഷണം എന്ന നിലയ്ക്ക് തുടങ്ങി നോക്കിയാണ്. പക്ഷേ അത് ഞങ്ങൾക്ക് നല്ല വ്യാപാരങ്ങളൊക്കെ നടന്നു, നല്ല കച്ചവടങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അംഗീകാരങ്ങളൊന്നും കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നായിരുന്നു ഇങ്ങനെ വിളിച്ചതും ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് എന്നൊക്കെ അറിയിച്ചത്. ഞങ്ങൾക്ക് അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. 4 മണിയായപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ബാൽക്കണി എത്തിയപ്പോൾ ഷിജുക്കുട്ടിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ താഴെ ഇറങ്ങിയപ്പോൾ പേടിയൊന്നുമില്ല, നല്ല സന്തോഷമായി അവന്. ഈ ഫ്ലാറ്റിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഈ ടിൻ ടവർ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് സ്മാർട്ട് സിറ്റി, ഇതേമാതിരിയുള്ള പല IT പാർക്കുകളും വലിയ വലിയ പാർക്കുകളൊക്കെ ഉള്ളത്. ഷിജുക്കുട്ടൻ ജനിച്ചിട്ട് 1.5 വയസ്സിലാണ് നമ്മൾ ഓട്ടിസം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. പിന്നീടുള്ള കാലം അത്രയും ഷിജുക്കുട്ടനും ഞങ്ങളും ഓട്ടിസവുമായിട്ടുള്ള ഒരേ യാത്രയായിരുന്നു. സ്കൂള്, സ്പെഷ്യൽ സ്കൂള് എന്നിവിടങ്ങളിലേക്ക് പോയെങ്കിലും ഷിജുക്കുട്ടനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഓട്ടിസത്തിനെ കുറിച്ച് വലിയ അറിവില്ലായ്മയാണ്. പിന്നെ പരിശീലനം ലഭിച്ച അധ്യാപകരില്ല. ഇതൊന്നും പറഞ്ഞു തരാനുള്ള കാര്യങ്ങളൊന്നും അന്നത്തെ കാലഘട്ടത്തിലില്ല. അതുകൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട്. ഇന്ന് കാലത്ത് അങ്ങനെയല്ല, അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികൾ ഇന്നുണ്ട്. പിന്നെ ഷിജുക്കുട്ടനിൽ വല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഷിജുക്കുട്ടൻ്റെ ഉമ്മാൻ്റെ കഠിനമായ പരിശ്രമം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ രാവിലെ 9 മണി തൊട്ട് തന്നെ പല സ്റ്റാളുകളും എക്സിബിഷനും പല സെമിനാറുകളും ക്ലാസ്സുകളും അങ്ങനെ പല പരിപാടികളും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും
രാവിലത്തെ പരിപാടിക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ അവൻ വൈകുന്നേരം വരെ ഇരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ അവൻ സഹകരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് അവാർഡ് വാങ്ങുന്ന സമയം നോക്കി തിരിച്ചു കൊണ്ടേ വരും. അപ്പോൾ അതാണ് ഞങ്ങൾ വൈകിട്ട് തന്നെ വരാനുണ്ടായ കാരണം. അവിടെ ഒരുപാട് സ്റ്റാളുണ്ടായിരുന്നു. പിന്നെ സിജുക്കുട്ടൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു. അവർക്ക് സിജുക്കുട്ടനെ ഫോട്ടോ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വൈകിപ്പോയത് കൊണ്ട് സ്റ്റാളുകളൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ ഒരേടി പോയത് അവാർഡ് കൊടുക്കുന്ന സെക്ഷനിലേക്കാണ് പോയത്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കേക്കിൻ്റെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. ഒരു കേക്ക് എടുത്തിരുന്നു ഒന്ന് കഴിക്കുന്ന നാളെ തുറന്നേരാം. ഇഷ്ടപ്പെട്ട എന്താണ് ഇഷ്ടപ്പെട്ട? ഇനി വേണ അതുകൊണ്ട് പോകാന്ന്. ഇനി എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാനാ. ഇനി അതും കൊണ്ട് പോകാന്ന് പറയാ. താങ്ക് യു. കുറച്ച് കഴിച്ചിട്ട് വെക്കുന്നതാണ്. ആ ഷിജുവിന് ഇഷ്ടപ്പെട്ടോ? ഒരു റിവ്യൂ പറയാമോ? ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് സൂപ്പറായ ഷിജു. കഴിച്ചു. വളരെ നന്നായിട്ടുണ്ട്. സിജുക്കുട്ടനേക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ. കഴിക്കാത്തൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഇഷ്ടമായി. താങ്ക് യു. ഡെവലപ്പേഴ്സ് എന്ന പേരിലേക്ക് വന്നു. പിന്നീട് അത് ആ ഒരു എനിക്ക് കിട്ടിയിരുന്ന ബന്ധങ്ങൾ അതെനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ റിയൽ എസ്റ്റേറ്റ് വന്നിന്ന് ചെയ്യുന്ന അത്യാവശ്യം എല്ലാ ആളുകളുമായിട്ടൊരു നല്ലൊരു ബന്ധം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതുകൊണ്ട് അപ്പോൾ ഈ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ മ്യൂസിക്കും അങ്ങനെയുള്ള പല സൗണ്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് യൂട്യൂബിൽ കോപ്പി റൈറ്റ് വരും ആ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സൗണ്ടൊക്കെ നീക്കം ചെയ്തിട്ടാണ് ഞാനിവിടെ എഡിറ്റ് ചെയ്ത് എൻ്റെ സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ സിജുക്കുട്ടനേക്ക് ഒരു 16 വയസ്സൊക്കെ ആയ സമയത്ത് സിജുക്കുട്ടി ദേഷ്യം കാണിക്കാൻ തുടങ്ങി, വഴക്കുണ്ടാക്കാൻ തുടങ്ങി. കർട്ടനൊക്കെ വലിച്ചെറിയുക, ടി വിന് എറിഞ്ഞ് പൊട്ടിക്കുക, ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക, അങ്ങനെ അവൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. രാത്രി ഉറക്കവുമില്ല. അങ്ങനെ സിജുക്കുട്ടൻ്റെ ഉമ്മാക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി. രാത്രി ഉറക്കമില്ലാണ്ട് സ്ഥിരമായി ദിവസം ഉറക്കമില്ലാണ്ടാകുമ്പോൾ അവർക്ക് ക്ഷീണം വരുമല്ലോ. അങ്ങനെ ബുദ്ധിമുട്ടായി. അവൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ മുമ്പ് പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവരതൊന്നും പറയില്ല. അവരൊക്കെ അത് മറച്ച് വെച്ച് അങ്ങനെ പോവുകയാണ് പതിവ്. ഒരുപാട് ബുദ്ധിമുട്ടായപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന കാലം അത്രയും എൻ്റെ ഉള്ള സഹായം സിജുക്കുട്ടനയ്ക്ക് ഉണ്ടാവും, നിങ്ങൾ പേടിക്കണ്ട പറഞ്ഞ് ഞാൻ ധൈര്യം കൊടുത്തു. അപ്പോൾ ഇവർക്കൊരു ഹെൽപ്പിന് വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവുകയാണ് പതിവുള്ളത്. പിന്നെ സിജുക്കുട്ടും ഞാൻ അങ്ങനെ ഇടപഴകി. എനിക്ക് അവന് പിരിഞ്ഞു പോകാൻ പറ്റാത്ത ഒരു സ്നേഹമായി. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നിഷ്കളങ്കരായ കുട്ടികളാണ്. അപ്പോൾ സിജുക്കുട്ടനയ്ക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ സ്ഥിരമായിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവൻ്റെ എങ്ങനെയെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ തൊഴിലും കച്ചവടവും പല ഇടപാടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നിർത്തി, അതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ സിജുക്കുട്ടൻ്റെ കൂടെ സ്ഥിരമായി ഇരിക്കലായി. അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷമായി. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ രാത്രി ഇടയ്ക്ക് ഒറ്റയ്ക്ക് പുറത്ത് പോകുന്ന ഒരു പരിപാടിയും കൂടി തുടങ്ങി.
അപ്പോൾ അവനെ പുറത്തു പോയാൽ ആരും അറിയില്ല. ഇത്തരം കുട്ടികളൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ പൊതുവെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇവനെ എല്ലാവരും കൂടി അറിയണം, നാട്ടുകാരൊക്കെ ഇവനെ അയൽവാസികളൊക്കെ അറിയണം എന്നുള്ളൊരു ബേസിലാണ് ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അന്ന് ഇതിന്ന് വരുമാനം കിട്ടും അല്ലെങ്കിൽ ഇതിന്ന് പൈസ കിട്ടും എന്നൊന്നും പറ്റിയൊന്നും നമുക്കറിയില്ല. യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങി 3 വർഷത്തോളം ആയ ശേഷമാണ് ഞങ്ങളുടെ വീഡിയോകളൊക്കെ വൈറലാകുന്നത്. അതുവരെ ഞങ്ങൾ കുക്കിംഗ് ചാനലും പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്കിങ്ങൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശുചിക്കുട്ടനിക്ക് കഴിക്കാനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അവന് ചെറിയ രീതിയിൽ അതിന് പങ്കെടുക്കാനും അവനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഞങ്ങൾ ഈ കുക്കിങ്ങും ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഓട്ടിസം കുട്ടികളുടെ സ്വന്തമായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലൊന്നും അന്ന് കണ്ടിട്ടില്ല. അന്നുള്ളത് അമേരിക്കയിൽ ആദം ഓട്ടിസം പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് ഉണ്ടായിരുന്നത്. അവൻ്റെ പ്രവൃത്തികളും അവൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞങ്ങൾ സിജാസ് ഓട്ടിസം പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിനെ തുടങ്ങിയത്. സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. എന്തൊക്കെ പരിമിതിയുണ്ടോ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇവര് 2 പേര് കൂടി സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ഇന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. ഒരുപാട് സന്തോഷത്തോടെ ഇവര് 2 പേരെയും ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് 2 പേർക്കും. ശരിക്കും ഏത് ചാനൽസിലും സ്വന്തമായിട്ട് ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ സ്വന്തം പേര് ഉണ്ടാക്കിയെടുക്കാം എന്നതിന്റെ വലിയൊരു എക്സാമ്പിൾ ആണ് ഉപ്പ എന്താ പറയാനുള്ളത് ഈ ഒരു വേദിയിൽ നിൽക്കുന്ന സമയത്ത്? നമ്മളെങ്ങനെ പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഓട്ടിസം കുട്ടികൾ സാധാരണ സ്കൂളുകളിലും സ്പെഷ്യൽ സ്കൂളിലും പോകും. പിന്നെ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ വീട്ടിലിരിക്കലാണ്. അത് നല്ല പ്രായം പറഞ്ഞാൽ 20 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ നല്ല പ്രായമാണ്. ഈ പ്രായങ്ങൾ പൊതുവെ അവരുടെ വീട്ടിലിരുന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ സമയത്തിലാണ് ഇപ്പം കുറച്ച് ദിവസം ഇരുന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ അവനക്ക് പറ്റുന്ന രീതിയിൽ അവൻ്റെ കയ്യും പിടിച്ച് നമ്മൾ രക്ഷിതാക്കൾ ചേർന്ന് ഒരു ബിസിനസ്സിന് തുടക്കം കുറിച്ചത്. അത് എല്ലാവരും നിങ്ങളുടെ മാതിരി എല്ലാവരും തന്നെ ഞങ്ങളെ ചേർത്ത് പിടിച്ച മാതിരി എല്ലാ ജനങ്ങളും ചേർത്ത് പിടിച്ചു. അത് എൻ്റെ നിലയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് ഇത്തരം കുട്ടികൾക്ക് പ്രോത്സാഹനവും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ഹോം മെയ്ഡ് പ്രൊഡക്റ്റായ മില്ലറ്റുകൾ ഇന്നത്തെ ആവശ്യമാണ്. ഈ ശരീരം വണ്ണം കൂടൽ, ഷുഗർ, അവർക്കൊക്കെ അത് പൊടിയായിട്ടും അതേമാതിരി നമ്മൾ കടന്നു വന്നപ്പോൾ പലർക്കും പല ആവശ്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പുളിങ്കിരു ചോദിക്കും, കുവപ്പൊടി ചോദിക്കും, അതിൻ്റെ കിഴങ്ങ് ചോദിക്കും, പിന്നെ ഈ അരിൻ്റെ തവിടുണ്ട്, പോളിഷ് തവിട്, ഇതൊക്കെ ഒരുപാട് നമ്മൾ തവിടൊക്കെ കളഞ്ഞിട്ടാണ് കഴിക്കുക അരി. അതടക്കം ചോദിക്കുന്നുണ്ട് ആൾക്കാർ. നമ്മുടെ ജനങ്ങളാണ് പിന്നെ ബിസിനസ്സുകാരാക്കുന്നത്. പിന്നെ നമ്മൾ ഇത് തുടങ്ങിയത് ഓട്ടിസം കുട്ടികളിനൊക്കെ പൊതുവെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുത്തും. നമ്മളാണ് ഇന്ത്യയിൽ തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ സാധാരണ ഒരു കുട്ടീനെ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നത്. അന്നൊക്കെ പൊട്ടന്നെ എന്തിനാ പുറത്ത് കാണിക്കുന്നത് ചോദിച്ച ആളുകളൊക്കെ ഇന്ന് ഞങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. ഇന്ന് എല്ലാ ഓട്ടിസംമാരിയുള്ള പല ഭിന്നശേഷി കുട്ടികളും ഈ സോഷ്യൽ മീഡിയയിൽ അവർ കൈയടക്കിയിരിക്കുന്നത്. ഇനി ഒരു കാലഘട്ടത്തിൽ, ഇനി വരാൻ പോണ കാലഘട്ടത്തിൽ ഇത്തരം കുട്ടികളും സമൂഹത്തിൽ ബിസിനസ്സിലേക്ക് നമ്മളെ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. താങ്ക് യു. നമ്മൾ ചേർത്ത് പിടിച്ച എല്ലാവർക്കും നന്ദി. അതേമാതിരി ഇവർ കാണിച്ച മനസ്ഥിതിക്കും വളരെയധികം നന്ദി. ഉണ്ടാക്കിയ ഒരു ബ്രാൻഡ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ സ്വപ്നം നൽകുന്ന, സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ശരിക്കും മോനെ ഇവിടെ കാണുന്ന സമയത്ത് അവൻ ആ സ്നേഹം കണ്ടോ? ഓരോ തവണയും അവന് പോയിട്ട് ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ആ ഒരു സ്നേഹം കുട്ടികൾക്ക് അത്രയും അധികം, ഞാൻ ഓട്ടിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ കൂടെ സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും അവർക്ക് നമ്മൾ നോർമൽ മനുഷ്യന്മാരെക്കാളും കൂടുതൽ സ്നേഹം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഇതുപോലുള്ള ഒരുപാട് പേർക്കും ഇൻസ്പിറേഷൻ ആവാൻ നിങ്ങൾക്ക് 2 പേർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവാർഡ് കയ്യിൽ കിട്ടി. അതിൽ സിജുക്കുട്ടൻ്റെയും മാമാൻ്റെയും ലോഗോ ഉണ്ട്, സിജുക്കുട്ടൻ്റെ ഫോട്ടോ ഉണ്ട്, മാമാൻ്റെ ഫോട്ടോ ഉണ്ട്, സിജാസ് ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. കയ്യിൽ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 100 മലയാളി ബിസിനസ് സ്റ്റാറിൽ സിജുക്കുട്ടനും ഉൾപ്പെട്ടതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് 6 വർഷത്തോളമായി. ഈ 6 വർഷം കൊണ്ട് തന്നെ നമ്മൾക്ക് ഓട്ടിസത്തെക്കുറിച്ച് ഒരുപാട് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ട് തന്നെ ഒരുപാട് ഓട്ടിസം കുട്ടികളും മറ്റ് ഭിന്നശേഷി കുട്ടികളും യൂട്യൂബിൽ വരികയും
അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ, അവരുടെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങളിൽ ഇത്തരം കുട്ടികളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കാനും ബോധവൽക്കരണം നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ അധികം കുക്കിംഗ് വീഡിയോ ആണ്. അത് കഴിഞ്ഞാൽ സിജുക്കുട്ടൻ വെറുതെ ഇരിക്കുകയാണ്. ഈ വെറുതെ ഇരിക്കുന്നത് സ്ഥിരമായി കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി, ഇവനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാമെന്ന്. എന്ത് ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഒരു ബിസിനസ് ചെയ്ത് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയൊന്നും അറിയില്ല, നഷ്ടം വരുമോ എന്നുള്ളതിനെ പറ്റിയൊന്നും അറിയില്ല. അങ്ങനെ 1-2 വർഷം ആലോചിച്ച് സമയം പോകുക എന്നല്ലാതെ ഒരു നേട്ടവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവനിക്ക് തടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മില്ലറ്റ്, ബ്ലാക്ക് റൈസൊക്കെ ഇവനിക്ക് കൊടുക്കും. അപ്പോൾ എന്നാൽ നമ്മൾ അങ്ങനത്തെ ഒരു ബിസിനസ് തന്നെ പറഞ്ഞ് തുടങ്ങിയതാണ്. ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. നമ്മൾ ഒരു 10-50,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ ഇറക്കി ഒരു ഫോൺ വാങ്ങുന്ന പൈസയും കൊണ്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. കൂടുതൽ പൈസയൊന്നും മുടക്കിയിട്ടില്ല. നമ്മുടെ ഒരു പുകയില്ലാത്ത അടുപ്പ് പറയും, 6 രൂപ അടുപ്പ് എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു അടുപ്പുണ്ട്, ഒരു റൂം. അതിലാണ് ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയത്. ഈ റീപാക്കിങ് ഇങ്ങനെയുള്ള പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കൽ. അങ്ങനെ സിജുക്കുട്ടനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും, പാക്ക് ചെയ്യിപ്പിക്കും. അതിന് മില്ലറ്റുകളും പലതും കഴുകും, ഉണക്കാനിടും. അപ്പോൾ അവനിക്ക് നല്ലൊരു പണിയായി. ഒരു എല്ലാ ദിവസവും ഒരു 3-4 മണിക്കൂർ പണിയായി. ഈ ബിസിനസ് നടന്നു പോകുന്നൊന്നും ഞങ്ങളന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനാവശ്യമായ ലൈസൻസുകളൊക്കെ എടുത്ത് ലോണൊന്നും എടുക്കാണ്ട് തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയപ്പോൾ അതിനെ ചെറിയ രീതിയിൽ ആദ്യം ഒരു ബിസിനസ് ചെറിയ രീതിയിൽ പോയി. അത് പിന്നെ ജനങ്ങളൊക്കെ അങ്ങനെ ഏറ്റെടുത്തു. നമുക്ക് യൂട്യൂബ് ചാനലിലും മറ്റും ഉള്ളത് കൊണ്ട് തന്നെ അതിലൂടെ പരസ്യം ചെയ്യാൻ പറ്റി. അതിലൂടെ തന്നെ നിറയെ ആളുകൾ വാങ്ങി. പിന്നെ സിജുക്കുട്ടൻ്റെ പപ്പാൻ്റെ കടയിൽ കൊടുക്കും. അങ്ങനെയൊക്കെ അത്യാവശ്യം കച്ചവടം കിട്ടി. അതിന്ന് ഞങ്ങൾ നേരിട്ട് വിൽപ്പനയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന്ന് അത്യാവശ്യം നല്ല ലാഭവും കിട്ടും. അങ്ങനെ ലാഭങ്ങളൊക്കെ കിട്ടി കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ തന്നെയാണ് നമ്മളിത് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അതിൻ്റെ വീഡിയോ ചെയ്യുകയും, ഇനി ഒരുപാട് ഇത്തരം ഓട്ടിസം കുട്ടികളൊക്കെ വീട്ടിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നുള്ള കാലം മുഴുവൻ അവർ ഈ സ്കൂൾ പഠിപ്പും സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പും ഇതൊക്കെ കഴിഞ്ഞ പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളുടെ ഒരു നല്ല വയസ്സുണ്ട്, പിന്നെ 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ് വരെ. ഈ കാലഘട്ടങ്ങളൊക്കെ അവർ വീട്ടിൻ്റെ ഉള്ളിൽ വെറുതെ ഇരുത്തി നശിപ്പിച്ച് കളയാണ്. അത് അങ്ങനെ ആകുന്തോറും അവൻ്റെ മോശപ്പെട്ടു പോകുകയാണ്. ആ കുട്ടികളും പുരോഗതിയില്ലാണ്ട് മോശപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പഠിച്ച പഠിപ്പും എല്ലാം ഫലമില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ളവിടെയാണ് നമ്മൾ ഈ തൊഴിൽ തുടങ്ങുമ്പോൾ കുട്ടികൾ നല്ല ഉഷാറാകുകയും അവർ ആക്റ്റീവ് ആകുകയും അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനൊക്കെ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്കൊരു വരുമാനവും കൂടി അവർ കിട്ടുകയാണ്. അങ്ങനെ തുടങ്ങി സിജുക്കുട്ടനിക്ക് നല്ല മാറ്റങ്ങളും അത്യാവശ്യം വരുമാനങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇനി ഒരുപാട് ഇത്തരം കുട്ടികൾ ഈ മേഖലയ്ക്ക് കടന്നു വരണം. അവർ തൊഴിൽ ചെയ്യണം, സമ്പാദിക്കണം. ചെറിയ ചെറിയ രീതിയിൽ ചെയ്താൽ മതി, വലിയ ഇതൊന്നും ചെയ്യേണ്ട. അവനവൻ്റെ നാട്ടിൽ കിട്ടുന്ന ചെറിയ ചെറിയ തൊഴിലുകൾ പിന്നെ വെച്ചൊരു 100 രൂപയാണ് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവൻ്റെ സ്വന്തം സമ്പാദിക്കുന്നു എന്നുള്ളത് തന്നെ ഇവർക്ക് വലിയൊരു നേട്ടമാണ്. അവനെ കൊണ്ട് ആ പണി ചെയ്യിപ്പിക്കാൻ കഴിയും. അവർക്ക് ആ സമയം അവൻ്റെ നഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ അവർ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് അവൻ്റെ ബുദ്ധിയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് പോകും. ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത് 10 തരം മില്ലറ്റുകളാണ്. റാഗി, ചാമ, കൊറോളി, പനിവരക്, വരാഗ് എന്നിങ്ങനെ. പിന്നെ ഇതൊക്കെ കഴുകി ഉണക്കിയിട്ട് ഇതും കൊണ്ടുള്ള കുറ്റിപ്പൊട്ട് പൊടി, അതേമാതിരി കുറുക്കുണ്ടാക്കാനുള്ള നെയ്സ് പൊടി, അതേമാതിരി റാഗി മുളപ്പിച്ച് പൊടിച്ചത്, അത് തരിയുള്ളത്, തരിയില്ലാത്ത നെയ്സ്, പിന്നെ ബ്ലാക്ക് റൈസ്, റെഡ് റൈസ്, പിന്നെ ഇഞ്ചി ഉണക്കി ചുരണ്ടി ചുക്കാക്കിയത്. അതൊക്കെ നാടനാണ്, കെമിക്കലൊന്നും ചേർത്താത്തതാണ്, നമ്മൾ സ്വന്തമായി കൃഷി ചെയ്യുന്നതാണ്. പിന്നെ അതേമാതിരി മഞ്ഞൾപ്പൊടി, ഇതും നാടനാണ്, കെമിക്കലൊന്നും ചേർത്താത്തതാണ്. നമ്മളിതെല്ലാം നല്ല വൃത്തിയാക്കി കഴുകി ഉണക്കി തയ്യാറാക്കുന്നതാണ്. നമ്മൾ കുറച്ചാണെങ്കിലും ഉള്ളത് വൃത്തിയാക്കി ചെയ്തു കൊടുത്താൽ ഇത് 10 രൂപ കൂടിയാലും വാങ്ങാൻ ആൾക്കാരുണ്ട്. അതേമാതിരി ബ്ലാക്ക് റൈസിൻ്റെ പുട്ടുപൊടി, ബ്ലാക്ക് റൈസിൻ്റെ പൊടിയരി, അതേമാതിരി ചുക്ക് കാപ്പിപ്പൊടി, ചുക്ക് പൊടി, കുരുമുളക് പൊടി, കുരുമുളക്, മഞ്ഞപ്പൊടി, പിന്നെ അങ്ങനെയുള്ള പല പ്രൊഡക്റ്റുകളും, മുരിങ്ങയില ഇട്ടിട്ടുള്ള ഇഡ്ഡലിപ്പൊടി, അത് പറഞ്ഞാൽ ചട്നിപ്പൊടി പറയും, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ മുക്കി കഴിക്കുന്ന പൊടി, അതിൽ മുരിങ്ങയില ചേർത്തിട്ട്. അപ്പം നമുക്കിവിടെ സ്വന്തമായി മുരിങ്ങയിലയൊക്കെ ഉണ്ട്.
അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് നല്ല റേറ്റ് കിട്ടും. നമുക്കത് കെമിക്കലൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ തയ്യാറാക്കി കൊടുക്കണം. നല്ല രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ വൃത്തിയിലും കെമിക്കലൊന്നും ഇല്ലാതെ ഫുഡ് ഐറ്റങ്ങൾ കൊടുത്താൽ ജനങ്ങൾ വാങ്ങാൻ തയ്യാറാണ്. ആദ്യം ചെറുതായി ചിലവാകും. പിന്നെ നമ്മളുടെ ഇത് വാങ്ങി അവർക്ക് ഗുണനിലവാരങ്ങളൊക്കെ തെറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ സ്ഥിരമായി വാങ്ങും. നമുക്ക് അങ്ങനെ സ്ഥിരമായ കുറച്ച് കസ്റ്റമറിനെ കിട്ടിയാൽ അവരിനും കൊണ്ട് തന്നെ നമുക്കിങ്ങനെ തുടർന്ന് ജീവിച്ചു പോകാൻ പറ്റും. അപ്പം നമ്മളുടെ ഇത്തരം കുട്ടികളിനെ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് ഒരു 10-20 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരവർക്ക് ആകുന്ന വിധത്തിലുള്ള തൊഴിലുകൾ ചെയ്യിപ്പിക്കുക. അവർക്ക് ഒറ്റയ്ക്കൊരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല. കഴിയുന്ന കുട്ടികളുമുണ്ട്, കഴിയാത്ത കുട്ടികളുമുണ്ട്. കഴിയാത്ത കുട്ടികൾക്ക് നമ്മൾ രക്ഷിതാക്കളോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അയൽവാസി അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ ആരെയൊക്കെ കൂടെ നിർത്തി സപ്പോർട്ട് ചെയ്ത് ഇവരിനെയും കൂടി ചേർത്ത് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ ക്രമേണ ഈ കുട്ടികൾക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും, സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും, ഒപ്പം പിന്നെ ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാവും. ഈ കുട്ടികൾക്ക് ഒരു ചെറിയൊരു വരുമാനവും കിട്ടിത്തുടങ്ങും. നമ്മൾ ആദ്യം തന്നെ വലിയ രീതിയിലൊന്നും ഇത്തരം കുട്ടികളെ വെച്ച് തുടങ്ങാൻ പറ്റില്ല. എന്താ പറയുക, നമ്മൾക്ക് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടം വരും. പിന്നെ ഈ ബിസിനസ്സിൽ പല കാര്യങ്ങളും പഠിക്കാനുണ്ട്, നല്ലതും കെട്ടതും ചീത്തയും പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. അപ്പോൾ പഠിച്ചു വരും. അപ്പോൾ നമ്മൾക്ക് ഈ കച്ചവടം പഠിപ്പിക്കുന്നത് പിന്നെ ജനങ്ങളാണ്. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ കൊടുക്കലും വാങ്ങലും കാര്യങ്ങളൊക്കെ പോകുക. നമ്മളൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എത്തപ്പെടുന്നത് വേറൊരു ബിസിനസ്സിലായിട്ടായിരിക്കും എത്തപ്പെടുക. അത് ചിലപ്പോൾ 6 മാസമാവും, 1 വർഷം വരെയൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ കൊണ്ടുപോയിട്ട് വേണം ഇതിനെ തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ. എന്താ പറയുക, ചിലപ്പോൾ നമുക്കത് നിർത്തേണ്ടി വരും, ചിലപ്പോൾ തുടർന്ന് കൊണ്ടുപോകേണ്ടി വരും, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ തുടരെയാണ് നമുക്ക് കിട്ടുക. പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ് കിട്ടി പിറ്റേ ദിവസം ലാഭം കിട്ടണം പറഞ്ഞിട്ടൊന്നും നമ്മൾ തുടങ്ങാൻ പറ്റില്ല. രക്ഷിതാക്കൾക്ക് ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ തന്നെ നമ്മളിങ്ങനെയുള്ള കുട്ടികൾക്ക് ചെറിയ തൊഴിലോ ജോലിയോ അല്ലെങ്കിൽ കച്ചവടമോ ഒക്കെ തുടങ്ങി അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു തൊഴിൽ ചെയ്യിപ്പിച്ച് പ്രാപ്തരാക്കി എടുക്കേണ്ടത് ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ്. അവസാനം വയസ്സാം കാലത്ത് നമ്മൾ അന്ന് ചെയ്യിപ്പിച്ചില്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ട അവസ്ഥ വരാൻ പറ്റില്ല. പിന്നെ തൊഴിലിൽ രക്ഷപ്പെടുന്നതും പരാജയപ്പെടുന്നതൊക്കെ നമ്മുടെ ഭാഗ്യയോഗ്യമാതിരിയൊക്കെ ഇരിക്കും. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ല ശ്രമം ഉണ്ടെങ്കിൽ ഒരിക്കലും പരാജയപ്പെടില്ല. നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. അത് ക്രമേണയായിട്ട് അത് പച്ച പിടിച്ച് വരും. ചെറിയ രീതിയിൽ തുടങ്ങിയവർ തന്നെയാണ് ഇന്ന് പല ഉയർന്ന സ്ഥലങ്ങളിലും എത്തിയിരിക്കുന്നത്. നമ്മൾ വലിയ മുതൽ മുടക്കും വലിയ പദ്ധതികളുമായിട്ടൊന്നും ഈ കുട്ടികളുടെ പിന്നാലെ പോകാൻ പറ്റില്ല. ചെറിയ രീതിയിൽ തുടങ്ങിയ അത് ക്രമേണയായിട്ട് നല്ല നിലയ്ക്ക് പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്ന് ഏപ്രിൽ 2-ാം തീയതി ഓട്ടിസം ദിനമാണ്. അപ്പോൾ ഓട്ടിസത്തെക്കുറിച്ച് എനിക്കറിയുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാം. ഷിജുക്കുട്ടൻ ജനിക്കുന്ന ആ കാലഘട്ടത്തിൽ 1000 കുട്ടിയിൽ 1 കുട്ടിക്കാണ് ഓട്ടിസം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 100 കുട്ടിയിൽ 2 കുട്ടികൾക്കാണ് ഓട്ടിസം ഉള്ളത്. അപ്പോൾ ഇത് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. നമ്മുടെ ബ്രെയിനിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഭാഗത്ത് ന്യൂറോ സംബന്ധമായ ഒരു സങ്കീർണമായ ഒരു അവസ്ഥയാണ് ഈ ഓട്ടിസം വരുവാനുള്ള കാരണം. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അതൊരവസ്ഥയാണ്. രോഗമാണെങ്കിൽ മരുന്നുണ്ട്, ഈ അവസ്ഥയ്ക്ക് മരുന്നില്ല. അതിന് നമ്മളിപ്പോൾ ചെയ്യുന്നത് തെറാപ്പി മാത്രമാണ് അതിനുള്ള ഏക പ്രതിവിധി ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഓട്ടിസം കുട്ടികൾ എല്ലാവരും ഒരേപോലെയല്ല, എല്ലാ കുട്ടികളും വ്യത്യസ്തരായിരിക്കും. അപ്പോൾ അവർക്കനുസരിച്ച രീതിയിലുള്ള പ്രത്യേക പരിശീലനം തന്നെ നമ്മൾ കൊടുക്കണം. എന്നാൽ തന്നെ ഈ കുട്ടികൾക്ക് മാറ്റം ഉണ്ടാകാൻ പറ്റുള്ളൂ. നമ്മളുടെ അവിടെ നടക്കുന്ന സമ്പ്രദായം എങ്ങനെ പറഞ്ഞാൽ ഓട്ടിസം കുട്ടികൾക്ക് എല്ലാവരും കൂടിയിട്ടുള്ള ഒരൊറ്റ ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. ഇതാണ് ഈ കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം. അതോടൊപ്പം തന്നെ ഇവരോട് സ്നേഹത്തോടുകൂടിയുള്ള പരിചരണവും നമ്മൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളുടെ വളർച്ചയിലുണ്ടാകുന്ന വ്യത്യാസം നോക്കിയാണ് നമ്മൾ ഓട്ടിസം കുട്ടികളെ തിരിച്ചറിയുന്നത്. ഒരു 2 മാസം പ്രായമൊക്കെ ആയ ഒരു കുട്ടി അമ്മയുടെ മുഖം നോക്കി തിരിച്ചറിഞ്ഞിട്ട് അവർ ചിരിക്കണം. അതേമാതിരി 4-ാം മാസത്തിൽ കഴുത്തുറയ്ക്കണം. 8-ാം മാസത്തിൽ അവർ പിടിക്കാതെ അങ്ങനെ ഇരിക്കണം. 10-ാം മാസത്തിൽ അവർ പിടിക്കാതെ നിൽക്കണം. അതേമാതിരി 1 വയസ്സൊക്കെ ആയ അമ്മ അച്ഛൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള 1 വാക്ക് 2 വാക്കൊക്കെ പറയാനറിയണം. അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കണം. ഒരു 1.5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ 15 മുതൽ 20 വാക്ക് വരെയൊക്കെ
പറയാൻ അവർക്ക് കഴിയണം. പിന്നെ മുഖത്ത് നോക്കാണ്ടിരിക്കുക, സംസാരം കുറഞ്ഞു വരിക, പിന്നെ അവരുടെ ലോകത്ത് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുക, കളിക്കുക, കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആംഗ്യം കാട്ടിയിട്ടും ഗോഷ്ഠികളൊക്കെ കാട്ടിയിട്ട് ഇരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ കണ്ടാൽ നമ്മൾ പീഡിയാട്രീഷ്യനെയല്ല കാണിക്കേണ്ടത്, ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യനെ കാണിച്ച് നമ്മളതിനൊരു കാര്യം തീരുമാനം ഉറപ്പുണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവർക്ക് ഉള്ള മെയിൻ പ്രശ്നം ആശയവിനിമയം നടത്തുവാനുള്ള കഴിവില്ലായ്മയാണ്. പിന്നെ മറ്റുള്ളവരുമായി പെരുമാറൽ, കളിക്കൽ, അവരുമായിട്ടുള്ള ഇടപഴക്കങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പ്രത്യേകതരം ഗോഷ്ഠിയാരം കാണിക്കലും ചെയ്തതിനെ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അവർ വിളിച്ചാൽ മുഖത്തേക്ക് നോക്കില്ല, കണ്ണിക്ക് നേർക്ക് നേര് നോക്കില്ല, കൈ കൊണ്ട് എന്തെങ്കിലും ഒരു സാധനത്തിനെ പൂച്ച നായി വണ്ടൊന്നും അവർ കാണിച്ചു തരില്ല. പിന്നെ എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് അതിൽ മുട്ടിപ്പിക്കും. അവർ വായും കൊണ്ട് സംസാരിച്ച് പറയില്ല. അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുക. അതേമാതിരി മറ്റുള്ള കുട്ടികളുടെ കൂടെ പോയിട്ട് കളിക്കില്ല, അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ കളിക്കും. അങ്ങനെയൊക്കെയാണ് ഇവരിൽ കാണുന്ന പ്രത്യേക രീതികൾ. ഈ കുട്ടികളുടെ കൂടെ ആരാണോ അധിക നേരം സമയം ചെലവഴിക്കുന്നത് അവർക്കാണ് പരിശീലനം കിട്ടേണ്ടത്. അവർക്ക് ഈ കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലാണ്ട് സ്പീച്ച് തെറാപ്പി മാത്രം വിചാരിച്ചുകൊണ്ടായില്ല. അവർ കുറച്ച് സമയം ചെലവഴിക്കുന്നതല്ലാതെ അവർ നമുക്ക് ആവശ്യമുള്ള പരിശീലനങ്ങൾ അമ്മമാർക്ക് തരണം. പിന്നെ അമ്മമാരാണ് ട്രെയിനിങ് കൊടുത്ത് മാറ്റിയെടുക്കേണ്ടത്. അല്ലാണ്ട് സ്പീച്ച് തെറാപ്പിനെ മാത്രം ആശ്രയിച്ച് നമ്മൾ ഇരുന്നു കൊണ്ട് കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അമ്മമാർ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ പോലെ ആകണം, എന്നാലാണ് കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിലുള്ളവർ എന്ത് ചെയ്യണം പറഞ്ഞാൽ, ഈ കുട്ടികൾക്ക് ഒരുപാട് സമയം ചെലവഴിച്ചാലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ സാധാരണ നോർമൽ കുട്ടികളുടെ മാതിരി കുറച്ച് നേരം ചെലവഴിച്ചു കൊണ്ടൊന്നും വലിയ മാറ്റം എടുക്കാൻ കഴിയില്ല. ഫുൾ ടൈം കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ വീട്ടിലുള്ളവർ അമ്മമാരിനെ കുറ്റപ്പെടുത്താണ്ട്, പലവരും ഇത്തരം കുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അമ്മമാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളുണ്ട്. നിങ്ങളായിട്ടാണ് അല്ലെങ്കിൽ അമ്മൻ്റെ പോരായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇത് ആരുടെയും പോരായ്മകൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളൊന്നുമല്ല, ഇത് തലച്ചോറിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇതിന് ആരിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കുട്ടികളുടെ കൂടെ അമ്മമാർക്ക് അധികം സമയം ചെലവഴിക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ അമ്മമാർക്ക് ഒരുപാട് സമയം മാറ്റി വെച്ചു കൊടുക്കണം. നമ്മൾ വീട്ടിലെ എല്ലാ പണിയും ചെയ്യിപ്പിച്ച് ഒരുപാട് ജോലികളൊക്കെ അവർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കുട്ടികളുടെ കൂടെ അധികം സമയം ചെലവഴിക്കാൻ കിട്ടില്ല. അപ്പം നമ്മൾ വീട്ടിലുള്ളവർ ചെയ്യേണ്ടത് അവർക്ക് കുറേ സമയം നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. പല കാര്യങ്ങളിൽ നിന്ന് അവരിനെ ഒഴിവാക്കി കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ രക്ഷിതാക്കൾ അമ്മമാർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി കുടുംബത്തിലെ എല്ലാവരും സഹകരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ കുട്ടികളിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വർഷം പരിശ്രമിക്കുമ്പോഴാണ് ഇവർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നത്. നമ്മൾ പെട്ടെന്ന് പോയിട്ട് എന്താ കുട്ടിക്ക് മാറ്റം ഉണ്ടായില്ലേ, ഇത്രയും കാലം പോയിട്ട് എന്താ മാറ്റം ഉണ്ടായില്ല എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇവർക്ക് ഉണ്ടാക്കി വരിക. അതുകൊണ്ട് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടായില്ല പറഞ്ഞിട്ട് നമ്മൾ സ്പീച്ച് തെറാപ്പിനെയും കുറ്റം പറയാൻ പറ്റില്ല, രക്ഷിതാക്കളുടെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ നല്ല ശ്രമങ്ങൾ നടത്തുക, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ശിജുക്കുട്ടനൊക്കെ ഒരുപാട് മോശം അവസ്ഥയിലായിരുന്നു. നമ്മുടെ ഒരുപാട് പരിശ്രമം കൊണ്ട് തന്നെയാണ് ശിജുക്കുട്ടനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ട് ഈ നിലയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഓട്ടിസം കുട്ടികൾ എല്ലാവരും ഒരുപോലെയല്ല. ചില കുട്ടികൾ വളരെ മോശാവസ്ഥയായിരിക്കും, നേരാകുകയില്ല. ചില കുട്ടികളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം, ചില കുട്ടികളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാം. ഇതൊന്നും ഓരോരുത്തരുടെ കഴിവുകളൊന്നും കൊണ്ടല്ല, എല്ലാവരും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കുള്ള ട്രെയിനിങ്ങും വ്യത്യസ്തമാണ് പറയാൻ കാരണം. പിന്നെ ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുന്നവരാണ്. അവരെ പൊതുജനങ്ങളായ നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇതിൽ യഥാർത്ഥ പോരാളികൾ ഓട്ടിസം കുട്ടികളുടെ രക്ഷിതാക്കളാണ്. അവർ നമ്മുടെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ മനസ്സിലാകെ വേദനകളും വിഷമങ്ങളാണ്. അവരിനെ ഒരിക്കലും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക. ഈ കുട്ടികളുടെ പേരും പറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് കൂടാതെ ഇരിക്കുക. അതേമാതിരി കുടുംബക്കാർ, അയൽവാസികൾ, നാട്ടുകാർ, സമൂഹം, ഇവരൊന്നും ഈ കുട്ടികളുടെ പേരും പറഞ്ഞ് ഇവരിനെ കുറ്റപ്പെടുത്താതിരിക്കുക, ഇവരിനെ കളിയാക്കുക. ഇവർക്ക് ആവശ്യമായ സപ്പോർട്ടാണ് നൽകേണ്ടത്.
ആ സപ്പോർട്ടൊന്നും കിട്ടാതെ ആകുമ്പോഴാണ് ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ ആത്മഹത്യയ്ക്കും പലതിനും ശ്രമിക്കുന്നതും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഈ കുട്ടികളെ ഒതുക്കി ഉൾവലിഞ്ഞിരിക്കുന്നതൊക്കെ ഈ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ പൊതുജനങ്ങളുടെ സപ്പോർട്ടാണ് ഇവർക്ക് മെയിനായിട്ട് വേണ്ടത്. അങ്ങനെയുള്ള സപ്പോർട്ടും ധൈര്യവുമാണ് നമ്മൾ ഇവർക്ക് നൽകേണ്ടത്. അതുതന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നതും. താങ്ക് യു.